നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമല്ലേ. അതെനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ടൈം ഹൗസിൽ നിന്നൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മൾ ട്രെയിനും കയറി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? കണ്ണൂർക്കാണ്. കണ്ണൂർ എത്തിയ എപ്പോഴും ഇതാ ഈ വണ്ടിയാണ് എന്നെ പിക്ക് ചെയ്യുക. ഇതാ ഈ ഇരിക്കുന്ന കുരുപ്പ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനശ്വര. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവളുടെ കൂടെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും ഇടാറുണ്ട്. കണ്ണൂരാണ് കേട്ടോ അവളുടെ വീട്. അപ്പം നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി വീട്ടിലെത്തി ഈ കാണുന്ന കുരുപ്പില്ലേ, ഇതാണ് അവളുടെ കുഞ്ഞ്. നമ്മൾ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവളുടെ കിച്ചണിൽ കയറി അവളിങ്ങനെ എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ കുളിപ്പിക്കലും അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു അവൾക്ക്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി. ഈ ഇരുന്ന് ഡാൻസ് കളിക്കുന്ന ഈ കുരുപ്പില്ലേ, ഇതിനറിയില്ല സത്യത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്തിനാണ് പോകുന്നതെന്നും ഒരു കുഞ്ഞു കള്ളം പറഞ്ഞിട്ടാണ് ഈ ഇതിനെ കൊണ്ടുപോകുന്നത്. നേരെ നമ്മൾ പോയത് ഒരു കഫേയിലേക്കാണ് കേട്ടോ. ഈ കഫേയിൽ ഞാൻ ആദ്യമേ ഒരു ഫ്രണ്ട് ത്രൂ കേക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കേക്കും പിന്നെ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുത്തു. അവൾ കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ വാച്ചസ് കാണുമ്പോൾ എപ്പോഴും വാച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അയത്തോട്ട് അവൾക്കൊരു വാച്ച് മേടിക്കാമെന്ന്. അങ്ങനെ കോഴിക്കോടുള്ള ടൈം ഹൗസ് ഒന്ന് മേടിച്ച വാച്ചുമായിട്ടായിരുന്നു നമ്മൾ ആ നേരത്തെ ഇറങ്ങിയില്ലേ അത്. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആക്സിഡൻ്റലി ലീ കൂപ്പറിൻ്റെ വാച്ചാണ് ഞാൻ മേടിച്ചത്. അത് അവളുടെ ഫേവറേറ്റ് വാച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് പിന്നെ കുറേ നേരം കത്തിയടിക്കലും വാച്ച് വെയർ ചെയ്ത് നോക്കുകയും അങ്ങനെ കുറേ പരിപാടികൾ കഴിഞ്ഞു. ഫുഡ് നല്ല സ്റ്റേക്കായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ ബാക്ക് ടു റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ട്രെയിൻ കയറി. ഇനി നേരെ കൊച്ചിയിലോട്ട്. അപ്പോൾ ടാറ്റാ.